ഹലോ അസ്സലാമു അലൈക്കും. അപ്പോഴേ നമുക്കൊന്ന് ഹൈദരാബാദ് വരെ പോയാലോ? അതേടോ, ഇന്നൊരു ഹൈദരാബാദ് ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാടോ ഈ രീതിയിൽ ചിക്കൻ മസാല വയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവോള, 3 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 6 7 കാഷ്യൂനട്ട്. ഇത്രയും നന്നായി വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിലൊന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിലോട്ടൊരു 2 സവോള നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിൽ ടോട്ടൽ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു സവോള നമ്മൾ നേരത്തെ അരക്കാൻ യൂസ് ചെയ്തു. ബാക്കി 2 സവോള നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം. ഒട്ടും കരിയാതെ ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണയിലിടരുത്, വേഗം തന്നെ കോരി മാറ്റണം. ഈ ഒരു സ്റ്റേജ് കളറാണ് കറക്റ്റ്. ഇതിലും കരിഞ്ഞു പോയാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിലേ മാറിപ്പോവും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 900 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 സവാള വറുത്തെടുത്തത് അതും കൂടെ ആഡ് ചെയ്യണം. അതിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ പുളിയില്ലാത്ത തൈര്, ഏത് തൈരായാലും കുഴപ്പമില്ല. പുളിയില്ലാത്ത തൈര് അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതൊന്ന് അധികം നേരമൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉള്ളി വറുത്തെടുത്ത ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കിടക്കാം. നമ്മളെല്ലാം റോ ആയിട്ടല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി മസാല എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തണേ. അപ്പോൾ ഇത് നമ്മളുടെ മസാല നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഈ മസാലയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ മസാല റെസിപ്പിയാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓ വലിയ പേരാന്ന്. പക്ഷേ വളരെ ഈസിയാണ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന, ഇതൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ചിക്കൻ എല്ലായിടത്തേക്കും ഒന്ന് മസാല എല്ലായിടത്തേക്കും ഒന്നുകൂടെ എത്തുന്ന രീതിയിൽ ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ മസാല അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കഴുകിയിട്ട് ആ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ എല്ലാം കൂടി ഒന്നുകൂടെ നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ എടുക്കുന്നൊരു ടൈം ആണ് കുറച്ച് ടൈമുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാവും നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതാ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നല്ല കുറുക്കിയ ചാറോട് കൂടിയുള്ള കറി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇതിൻ്റെ
ഒതൻറ്റിക്ക് ഇതൊന്നും കൂടെ വറ്റണം. അപ്പോൾ അത് നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, എന്നിട്ട് ഒരു പിടി നിറയെ മല്ലിയില, ഇത് മസ്റ്റാണ് ചേർക്കേണ്ടത്, ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം മല്ലിയില ഇട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളുടെ ഹൈദരാബാദി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക.